വയനാട് കൽപ്പറ്റ എടഗുനി ശിവക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായ ബാലാലയ പ്രതിഷ്ഠാകർമ്മം നടന്നു. തന്ത്രി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വേദാമൃതാനന്ദപുരി ആത്മീയ നേതൃത്വം നൽകി. ബ്രഹ്മചാരി വിനായകാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. എടഗുനി ശിവക്ഷേത്രത്തിന്റെ ബാലാലയ പ്രതിഷ്ഠ ഇന്ന് നടന്നിരിക്കുകയാണ്. വയനാട് കൽപ്പറ്റയിലെ എടഗുനി ഗ്രാമം പുരാതനമായ ഒരു കാർഷിക ഗ്രാമമാണ്. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമായിരുന്നു ഇത്. അത് ജീർണാവസ്ഥയിലായിരുന്നു. ഏകദേശം ഒരു 1000 വർഷം പഴക്കം പ്രതീക്ഷിക്കുന്ന ഒരു ശിവലിംഗവും കരിങ്കല്ല് കൊണ്ടുള്ള ക്ഷേത്രവും ഒരു വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും, ഈ ഗ്രാമവാസികളുടെ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ ക്ഷേത്രം പുനരുദ്ധരിച്ച് ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ശിവസാന്നിധ്യമുള്ള ഈ ഭഗവാന്റെ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുക എന്നുള്ളത്. മാതാ അമൃതാനന്ദമയി അമ്മയുടെ പ്രത്യേകം അനുഗ്രഹം, അമ്മയുടെ സങ്കല്പവും കൂടിക്കൊണ്ടാണ് ഇന്ന് ഇതിവിടെ ബാലാലയ പ്രതിഷ്ഠ നടന്നിരിക്കുകയാണ്. വളരെ അധികം ഭക്തജനങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ഈ ബാലാലയ പ്രതിഷ്ഠയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് തന്ത്രിയായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയാണ്. അതിൻ്റെ രാവിലെ ഗണപതി ഹോമം നടന്നു. ഇനി വരുന്ന എത്രയും വേഗം തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കായിട്ട് ഈ ക്ഷേത്രം പൂർത്തീകരിക്കപ്പെടണം എന്നാണ്. അതിന് അമ്മയുടെ അനുഗ്രഹം, എല്ലാ ഗ്രാമ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമസ്കാരം, ഞാൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ആലുവ തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രസിഡന്റാണ്. ഓം അമൃതേശ്വരിയേ നമഃ. അമ്മയുടെ അനുഗ്രഹം മൂലം ഇന്ന് ഈ ചിരപുരാതനമായ എടഗുനി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ബാലാലയ പ്രതിഷ്ഠ നടത്താൻ സാധിച്ചു. സ്വാമിജിയുടെ ദിവ്യ സാന്നിധ്യം എല്ലാത്തിനുപരി മറ്റൊരു അനുഗ്രഹമായിരുന്നു. ഏതാണ്ട് 2500-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് സ്വർണ്ണപ്രശ്നത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ തറയ്ക്കോ അല്ലെങ്കിൽ ശിവലിംഗത്തിനോ പ്രതിഷ്ഠയ്ക്കോ യാതൊരു കേടുമില്ലാതെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് പൂർവികരുടെ മുഖാന്തരമുള്ള അനുഗ്രഹവും പുണ്യവുമാണ്. ഇവിടെ അമ്മയുടെ സങ്കല്പം അനുസരിച്ച് തന്നെയുള്ള ശക്തിപഞ്ചാക്ഷരി ധ്യാനത്തിലുള്ള ശിവപ്രതിഷ്ഠ മഹാദേവ പ്രതിഷ്ഠയാണ്. ശക്തിപഞ്ചാക്ഷരി ധ്യാനത്തിൽ ശിവഭഗവാനും പാർവതീദേവിയും ഗണപതിയും സുബ്രഹ്മണ്യ ഭഗവാനും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സാന്നിധ്യ എന്നുള്ള രീതിയിലാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബപരമായ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രേയസ്സിനും ഈ ക്ഷേത്രത്തിലെ ദേവനെ വന്ന് ഭജിക്കുന്നത് നമുക്ക് ഏവർക്കും ലോകാനുഗ്രഹേത്വർത്ഥമായ പ്രതിഷ്ഠ വൈയക്തികമായിട്ട് ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായതുകൊണ്ട് ഏവർക്കും എല്ലാ രീതിയിലുള്ള സുഖവും സൗഖ്യവും ഉണ്ടാവാൻ, ജീവിതം സാർത്ഥകമാക്കാനുള്ള പ്രാർത്ഥന നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും പൂർവ്വകാലത്ത് ചെയ്തു വെച്ചിട്ട് സംവിധാനം ചെയ്ത് പൂർവികരായിട്ടുള്ള ആൾ നമുക്ക് സമർപ്പിച്ചതാണെങ്കിലും കുറേ കാലമായിട്ട് ഇവിടെ കാട് പിടിച്ചിട്ട് കാലപ്പഴക്കം കൊണ്ട് ചില കേടുപാടുകൾ സംഭവിച്ചു. ഏതായാലും അമ്മയുടെ അനുഗ്രഹം മൂലം ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം നമ്മളിവിടെ ഒരുമിച്ച് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തൽക്കാലം 1 വർഷത്തിനകം ഈ പുനഃപ്രതിഷ്ഠ നടത്താം എന്നുള്ള പ്രാർത്ഥനയിൽ മഹാദേവൻ്റെ ബിംബം ശിവലിംഗം അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കലശാഭിഷേകം കഴിഞ്ഞു. ഇനി ഇവിടെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം നാളെ മുതൽക്ക് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മണികണ്ഠൻ ശില്പി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അത് കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശാഭിഷേകവും ഈ വരുന്ന ഉത്തരായണ കാലത്തിൽ നല്ല മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ നമുക്ക് സാധിക്കണം. ഏതാണ്ട് 2500 വർഷത്തിന് മുമ്പ് പൂർവികരായ ഋഷീശ്വരന്മാർ ഏത് രീതിയിലാണോ അവിടെ പ്രതിഷ്ഠിച്ച് സാന്നിധ്യപ്പെടുത്തിയിട്ടുള്ളത് അതേ രീതിയിലുള്ള ആ സാന്നിധ്യം ചൈതന്യം പൂർത്തീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ അനുഗ്രഹകല പൂർത്തീകരിക്കുന്നതിനുള്ള പുനഃപ്രതിഷ്ഠയും ബ്രഹ്മാവികലശാഭിഷേകവും അടുത്ത ഉത്തരായണ കാലത്തിൽ അമ്മയുടെ അനുഗ്രഹം മൂലം നടത്തുമ്പോൾ അതിന് നമുക്ക് സാധിക്കട്ടെ.
അതിന് ഈ മഹാദേവൻ്റെയും ഇവിടുത്തെ മറ്റു പരിവാര ദേവതകളുടെയും സർവോപരി അമ്മയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.